ജീവിതം മടുത്തു തുടങ്ങി. ഈ നശിച്ച ജീവിതം ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ. ഇങ്ങനെ സ്വയം പറയുന്നവരും മറ്റുള്ളവരോട് പറയുന്നവരുമായ പലരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. സത്യത്തിൽ ജീവിതം വെറുത്തതുകൊണ്ടോ മടുത്തതുകൊണ്ടോ ഒന്നും ആയിരിക്കില്ല. ഏറ്റവും പ്രതീക്ഷ അർപ്പിച്ച ഒരാൾ ചതിക്കുമ്പോഴോ വല്ലാതെ സ്വപ്നം കണ്ട എന്തെങ്കിലും ഒരു കാര്യം നടക്കാതിരിക്കുമ്പോഴോ ഒക്കെ ആയിരിക്കും പലപ്പോഴും മനുഷ്യർ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. രണ്ട് കാര്യം ഗൗരവത്തോടെ മനസ്സിലാക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എപ്പോഴും കൃത്യമായ ഒരു നേർരേഖയിൽ എപ്പോഴും സന്തോഷം മാത്രമായിട്ട് മുന്നോട്ട് പോകില്ല. അതേപോലെ എപ്പോഴും ദുഃഖം മാത്രമായിട്ട് മുന്നോട്ട് പോകില്ല. ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും. ഇത് ലോകത്തെ മുഴുവൻ വിജയിച്ച മനുഷ്യരുടെ ലൈഫ് സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇത്തരത്തിലുള്ള മാനസികാവസ്ഥയെ നമുക്ക് ഒരു പരിധി വരെ രക്ഷിക്കാനുള്ള ഒരു ഒറ്റമൂലി എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. സുബ്ഹിക്ക് മുമ്പ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് റബ്ബുമായിട്ടുള്ള ഈ സംഭാഷണം നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വേദനകളെ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റും. മക്കളെ, ഒരു കാര്യം പറയട്ടെ, അള്ളാഹു ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞതാണ് ഇൻടോക്സിക്കൻസ്. എനിത്തിങ് ദാറ്റ് ക്യാൻ ഇൻടോക്സിക്കേറ്റ് യു, ഇറ്റ് ഈസ് ഹറാം ഇൻ ഇസ്ലാം ഇൻ എ ഗ്രേറ്റർ ക്വാണ്ടിറ്റി ഓർ ഇൻ എ ലെസർ ക്വാണ്ടിറ്റി. ചെറുതോ വലുതോ ആയ അളവിൽ അള്ളാഹു ഹറാമാക്കിയത്, അത് പുകയാവട്ടെ, കുടിക്കലാവട്ടെ, തിന്നലാവട്ടെ, ബുദ്ധിക്ക് ഭ്രമം സംഭവിക്കുന്നതെന്തും ലഹരിയാണ്. അത് ദേഹത്തേക്ക് പോകുന്നത് നിഷിദ്ധമാണ്. കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി. ഒരു ശരീരത്തിലേക്ക് ഹറാം കടന്നു കഴിഞ്ഞാൽ അത് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല, റിട്രീവ് ചെയ്യാൻ പറ്റില്ല. കുടിക്കുന്നതോ ഇൻജക്ട് ചെയ്യുന്നതോ സ്മോക്ക് ചെയ്യുന്നതോ സ്മെല്ല് ചെയ്യുന്നതോ നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാവാൻ, ആ ശരീരം പിന്നെ പോകാൻ നല്ലത് സ്വർഗമല്ല നരകമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് നമുക്ക് എപ്പോഴും ഓർമ്മ വരണം. ഒരാഘോഷമുണ്ടെങ്കിൽ അന്ന് നിസ്കാരമില്ല. വീട്ടിലൊരു സൽക്കാരമോ വിവാഹമോ ഉണ്ടെങ്കിൽ വിവാഹത്തലേന്നില്ല, വിവാഹത്തിന്റെ അന്നില്ല. പുതിയാപ്പിളക്ക് നിസ്കാരമില്ല, തേടിപ്പോകുന്ന പെണ്ണുങ്ങൾക്കില്ല, കൂടെ പോകുന്നവർക്കില്ല, കുട്ടികൾക്കില്ല. ആരും നിസ്കരിക്കാതെ എങ്ങനെയാണ് ഒരു ദിവസം കഴിച്ചു കൂട്ടുന്നത്? മേക്കപ്പ് പോകുമോ? അലങ്കാരം നഷ്ടപ്പെടുമോ? ഭംഗി കുറഞ്ഞു പോകുമോ? ഈ പേടിയും പറഞ്ഞ് ജോലി തിരക്ക്, ആ ഒരു വിവാഹത്തിന്റെ ദിവസം എത്ര ഖൈറായ, അള്ളാഹുവിന് നന്ദി ചെയ്യേണ്ട, ശുക്ർ ചെയ്യേണ്ട ദിവസം, അള്ളാഹു ഒരു നിഅമത്ത് തരുന്ന ദിവസം റബ്ബിനോട് തിരിച്ച് ശുക്ർ ചെയ്യേണ്ടതിന് പകരം നമ്മൾ നിസ്കരിക്കാതിരിക്കുകയോ? അങ്ങനെ വന്നാ പിന്നെ എന്ത് ബറക്കത്താണ് ആ വിവാഹത്തിനുണ്ടാകുന്നത്, ആ വീട്ടിലുണ്ടാകുന്നത്? ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാ. ഉമർ റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുന്ന, ഷഹീദാവാൻ കിടക്കുന്ന നേരം ഉമ്മത്തിന് തന്ന വലിയൊരു ഉപദേശമാണിത്. നിസ്കാരമില്ലാത്ത ആൾക്ക് ഈ ഉമ്മത്തിൽ ഒരു സ്ഥാനവുമില്ല. കുടുംബ ബന്ധങ്ങളെ, അയൽപക്ക ബന്ധങ്ങളെ, കുടുംബ ബന്ധം പോലെ ബന്ധമാണ് അയൽപക്ക ബന്ധം. അതുകൊണ്ട് ഒരു അയൽവാസിയും അടുത്ത അയൽവാസിയെ ബുദ്ധിമുട്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത്. അയൽവാസികൾക്ക് വേണ്ടി കുറച്ചൊരു വിട്ടുവീഴ്ച ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ എന്നെ വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി കാത്തിരിക്കരുത്. നമ്മുടെ നാടുകളിലെ എങ്ങനൊക്കെ ഹൈവേ വീതി കൂട്ടി പുതിയ റോഡായി വരുന്നുണ്ട്, NH, സംഭവം ശരിയാ. പക്ഷെ നമ്മൾ പരിക്ക് പോകാനുള്ള NH കാലാകാലം അങ്ങനെ തന്നെ. ഒരു വണ്ടി തിരിയാനും കഴിയില്ല, തിരിക്കാനും പറ്റൂല. എന്നിട്ട് മതിലങ്ങ് മൂലൊക്കെ കൊണ്ടുവന്ന് കുത്തുക. അതൊന്ന് ഇങ്ങോട്ട് മാറ്റി കുത്തി ഒരു ചാണ് വിട്ടുകൊടുത്താൽ ഒരു വണ്ടിക്കയിൽ തിരിയാൻ പറ്റും. അസൂയ. ഒരു നടന്നാണ് പോയാൽ മതി. ഇത്രയും കാലം ഇപ്പൊ വണ്ടി പോയിട്ട് നടന്നല്ലേ ഒരു പോയിരുന്നത്, ഇന്നലെ മിഞ്ഞാന്നല്ലേ ഇപ്പൊ വഴി ഉണ്ടായത്, ഒരു അങ്ങനെ സൂഹിക്കേണ്ടാണ്. ഇതൊക്കെ അസൂയയാണ് മക്കളെ, അസൂയയാണ്. ഇതൊന്നും അല്ലാഹുക്ക് പൊരുത്തമല്ല. നമ്മളൊക്കെ ഒന്ന് മനസ്സ് ഒന്ന് അലിഞ്ഞു കൊടുക്കി. നമ്മുടെ വീടുകളും നമ്മുടെ മനസ്സും ഒക്കെ ഒന്ന് വിശാലമാവട്ടെ. നമ്മുടെ വഴികൾ അപ്പൊ വിശാലമാവും. നമ്മുടെ വഴികളും മനസ്സും വിശാലമാകുമ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്തും വിശാലതയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കും.